മാനന്തവാടിയിലെ യാദവ സമുദായാംഗങ്ങളായ അരുണും സുകന്യയും 2012-ലാണ് പരസ്പരം ഇഷ്ടപ്പെട്ട രജിസ്റ്റർ വിവാഹം കഴിച്ചത്. ഒരേ സമുദായക്കാരായിരുന്നിട്ടും ആചാരം തെറ്റിച്ചതിന്റെ പേരിൽ വിവാഹശേഷം ഇരുവർക്കും സമുദായം ഭ്രഷ്ട് കൽപ്പിച്ചു. 4.5 വർഷമായിട്ട് നമ്മൾ സമുദായത്തിൽ നിന്ന് വിലക്കിയിരിക്കുക. വീട്ടിൽ കയറാൻ പാടില്ല. പിന്നെ എൻ്റെ സ്വന്തം വീട്ടിൽ കയറി കഴിഞ്ഞാൽ അവർക്കും കൂടി ഭീഷണിയാണ്. അവരെ ജാതിയിൽ നിന്ന് പുറത്താക്കുന്നുണ്ട്. അങ്ങനെ 4.5 കൊല്ലമായി ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സമുദായത്തിലെ വിവാഹങ്ങൾക്കോ മരണാനന്തര ചടങ്ങുകളിലോ ഇവർക്ക് പ്രവേശനമില്ല. വർഷങ്ങളായി തുടരുന്ന ഭ്രഷ്ടിനെ തുടർന്ന് അരുണും സുകന്യയും മാതാപിതാക്കളും മാനസികമായി തകർന്ന നിലയിലാണ്. ഞാനും എൻ്റെ അമ്മയും ഒരുമിച്ച് ഉത്സവത്തിൽ ഒരു പന്തിയിൽ അടുത്തടുത്തിരുന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ എൻ്റെ അമ്മേനെ അച്ഛനെ അനിയനും കൂടി ജാതിയിൽ നിന്ന് ഭ്രഷ്ട് കഴിപ്പിച്ചു. അവരെ 3 മാസം പുറത്താക്കി. എൻ്റെ അമ്മേൻ്റെ അടുത്ത് വർത്താനം പറഞ്ഞിട്ട് ഇപ്പം പുറത്തുനിന്ന് വർത്താനം പറഞ്ഞാലും ആരെ കാണുമോയെന്ന് വെച്ച് പേടിച്ചാണ് ഞങ്ങൾ വർത്താനം പറയുന്നത്. എൻ്റെ മോളെ തന്നെ അമ്മ ശരിക്കും മര്യാദയ്ക്കൊന്നും എടുത്തിട്ടോ ഒന്ന് കൊഞ്ചിച്ചിട്ടോ ഒന്നും ചെയ്തിട്ടില്ല. അരുണിനെയും സുകന്യയെയും കുലംകുത്തികളായും കളങ്കിതരായും വിശേഷിപ്പിച്ച സമുദായത്തിന്റെ പേരിൽ ലഘുലേഖയും ഇറക്കിയിരുന്നു. സുകന്യ പ്രധാനമന്ത്രിക്ക് മൊബൈൽ ആപ്പിലൂടെ പരാതി നൽകിയതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം മാനന്തവാടി പോലീസ് ഇവരെയും സമുദായ നേതാക്കളെയും വിളിച്ചു വരുത്തിയെങ്കിലും പ്രശ്നം പരിഹരിക്കാനായില്ല. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.